ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ പ്രിയ പരമ്പര ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വില്ലത്തിമാരിലിന്റെ ആ 3 പേര് മാത്രമേ ഉള്ളൂ, സ്റ്റെഫി, വിക്രം, അതുപോലെ തന്നെ സരിയും. അങ്ങനെ സ്റ്റെഫിയുടെ മരണമാണ് ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത്. സ്റ്റെഫി അങ്ങനെ പരോള് കഴിഞ്ഞ് ജയിലിലേക്ക് തിരിച്ചു പോവാട്ടോ. പക്ഷെ അവിടുന്ന് ജയിലിൽ ചാടുവാണ്. അപ്പോ CA മാർട്ടിൻ മനോഹറിനോട് പറയണ്ട്, എടാ തലവേദന ആയല്ലോടാ, ആ സ്റ്റെഫി ജയിലിൽ ചാടി. വനിതാ സെല്ലൊന്നും ആരും ചാടാത്തതാണ്, പക്ഷെ ഗംഗയെ അനുകരിക്കുന്നവളല്ലേ അവള് വനിതാ സെല്ല് ചാടിക്കടന്നു എന്ന് പറയുമ്പോ മനോഹർ പറയണ്ട്, സാറേ അവൾ അതല്ല, അതിനപ്പുറവും ചെക്ക് ചെയ്യും. കാരണം ഗംഗക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന അവള് എന്ന് പറയുമ്പോഴേക്കും മാർട്ടിൻ പറയണ്ട്, ഇവളൊക്കെ എന്തിനാണാവോ ജീവിക്കണത്, നിന്നെ എന്തിനും ഇവിടെ ഇടിച്ചു കയറി നിന്നെ എന്തിനും ചെയ്യുമെന്നാ എനിക്ക് പേടി. നിന്നെ ഭദ്രമായിട്ട് തിരിച്ച് ജയിലിലേക്ക് തിട്ടാൽ തന്നെ എനിക്ക് സമാധാനമാവുള്ളൂ എന്ന് മാർട്ടിൻ പറയുമ്പോഴേക്കും മനോഹർ പറയണ്ട്, സാറേ എന്നെ അവൾ എന്തിനും ചെയ്യുമായിരിക്കും, ഗംഗനെ കൊന്നതിന്റെ പേരിൽ എന്നെ എന്തായാലും അവൾ എന്തിനും ഉപദ്രവിക്കായിരിക്കും. പക്ഷെ എന്നെക്കാളും ദേഷ്യം അവൾക്കുള്ളത് കാർത്തിക ചേച്ചിയെടുത്തും ലക്ഷ്മി അമ്മയെടുത്തുമാണ്, പിന്നെ കിരൺ സാറിനോടും കല്യാണി എടുത്തും. അപ്പൊ ഇവരോടൊന്ന് സൂക്ഷിക്കാൻ പറയണേ സാറേ എന്ന് പറയുമ്പോ മാർട്ടിൻ പറയണ്ട്, എടാ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും കിരൺ നന്നായിട്ട് സൂക്ഷിക്കാനൊക്കെ അറിയാം എന്ന് പറഞ്ഞിട്ട് CA മാർട്ടിൻ അവിടുന്ന് പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോ നമ്മളെ മനോഹർ ആണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇരിക്കാട്ടോ, ഇനി അവതെങ്ങാനും വരുമോ, സ്റ്റെഫി എങ്ങാനും കിരണിനോ കല്യാണിനോ ആരെങ്കിലും ഉപദ്രവിക്കോ, ഗംഗപ്രസാദിനെ കൊന്നിട്ടും സമാധാനം തീർന്നില്ലല്ലോ ഈശ്വര എന്ന് വെച്ചിട്ട് മനോഹറും ആകെ വിഷമിച്ചിരിക്കാട്ടോ. അതിനുശേഷം നമ്മുടെ ആ ഒരു സ്റ്റെഫി ജയിലിൽ ചാടി എന്നുള്ള ന്യൂസ് CA മാർട്ടിൻ കിരണിനെ വിളിപ്പിക്കുകയാണ്. കിരणे ഫ്രീ ആണെങ്കിൽ ഒന്ന് സ്റ്റേഷൻ വരെ വരാവോ? എന്ത് പറ്റി സാർ? അല്ല, ഒരു കാര്യം തന്നോട് പറയാനുണ്ട്, അത് നേരിട്ട് പറയാന്ന് വെച്ചിട്ടാണ്, താൻ ഇവിടെ വരെ വരാവോ? ആ ശരി സർ, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോം വെക്കാണ്. അതിനുശേഷം കിരൺ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. CAയോട് ചോദിക്കേണ്ടത്, എന്ത് പറ്റി സാർ? ഗംഗപ്രസാദിന്റെ കേസ് ഫയൽ സാർ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ സാർ വിളിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ്. എടോ, ഗംഗപ്രസാദിന്റെ കേസ് പറയാൻ വേണ്ടിയിട്ടല്ല തന്നെ വിളിപ്പിച്ചത്, തന്നോട് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്താ സാർ? ആ സ്റ്റെഫി അവള് ജയിലിൽ ചാടിയടോ എന്ന് പറയാണ്. ആ സ്റ്റെഫി ജയിലിൽ ചാടിയോ? അതെ, ജയിലിൽ ചാടി. അവളെ വനിതാ സെൽ ഇന്നലെ അവള് പരോള് കഴിഞ്ഞ് കയറിയുള്ളൂ, ഇന്ന് അതിരാവിലെ അവള് ജയിലിൽ ചാടി എന്നുള്ള ന്യൂസാണ് കിട്ടിയേക്കുന്നത്. പുറത്താർത്തും ഈ ന്യൂസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ തന്നോട് എനിക്ക് പറയണമെന്ന് തോന്നി, കാരണം താനും തന്റെ ഭാര്യയും പിന്നെ ലക്ഷ്മി അമ്മയും കാർത്തികയും ഒക്കെയാണ് സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ 4 പേരാണ് അവിടെ ഫസ്റ്റ് ടാർഗറ്റ്, അത് കഴിഞ്ഞിട്ടേ മനോഹർ പോലും ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം സാറേ. ഗംഗനെ പോലെ തന്നെ അപകടകാരിയാണ് ഈ പറയുന്ന സ്റ്റെഫി. സാറിനറിയാവോ, ഒരു ദിവസം എന്റെ കൂടെ നടക്കുന്ന ബൈജുവിന് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞിട്ട്, ഇവിടെ വേറൊരു പേര് മീനാക്ഷി അങ്ങനത്തെ പേരിലാണ് അവനെ പരിചയപ്പെട്ടത്. എന്നിട്ട് പെണ്ണ് കാണാൻ വരാന്ന് പറഞ്ഞിട്ട് അവള് ബൈജുവിനെ ക്ഷണിച്ചു. ബൈജുവിനെ കൂടെ ഞാനും പോകുമെന്ന് അവൾക്ക് അറിയാം. അവൾ വെച്ചിട്ട് എന്നെ കൊല്ലാനായിരുന്നു അവളുടെ പ്ലാന്. എന്നെ കൊല്ലാൻ വേണ്ടി 2 ഗുണ്ടകളെ അവള് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ കൊല്ലാൻ വേണ്ടി കത്തിനെ പിടിച്ച് കുത്തിയപ്പോഴേക്കും കല്യാണിയുടെ അച്ഛന്റെ വയറിനാണ് ആ കത്തി കൊണ്ടത്. അതുകൊണ്ട് അവളും നിസ്സാരക്കാരിയൊന്നും അല്ല സാറേ എന്ന് പറയാണ്. അപ്പൊ CA പറഞ്ഞത്, എനിക്ക് മനസ്സിലായടോ, ഗംഗപ്രസാദ് ഇപ്പൊ മരിച്ചു മുകളിലേക്ക് പോയല്ലോ, അപ്പൊ അവൾക്കും മരിച്ചു മുകളിലേക്ക് പോയിട്ട് അവന്റെ കൂടെ ഒന്നിക്കാനാണ് പ്ലാന്. അത് മരിച്ചാലും ഒന്നിക്കണം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സാധനമാണ്. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് അവൾക്ക് കൊല്ലാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ കൊല്ലണം. അതിനാടോ അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടണത് എന്ന് പറയാണ്. ഇനിയിപ്പോ എന്താ സാറേ ചെയ്യാ, ഇത് വല്ലാത്തൊരു തലവേദനയായല്ലോ. ഞാൻ വിളിപ്പിച്ചത് വേറെ ഒന്നും അല്ലടോ, ആ സ്റ്റെഫിനെ കാണുവാണെങ്കിലേ താൻ നല്ല ഇടിച്ചു ചതച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നോ, ഞാനൊരു കേസും ആക്കാൻ പോണില്ല സാറേ എന്ന് കിരൺ പറയുമ്പോ, അതേടോ, ഇവളെ പോലുള്ളവര് ഇല്ലാതാവണ തന്നെയാ നല്ലത്. അതുകൊണ്ട് ഞാൻ തന്നോട് പറഞ്ഞത്, നിങ്ങൾ അപകടപ്പെടുത്തുന്ന രീതിയിൽ അവൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് വേണം ചെയ്തോ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറയണം. കിരണിന് അപ്പോഴും ആശ്വാസമാവുന്നുണ്ട്. ശരി സർ, ഞാൻ മനോഹരനൊന്ന് കണ്ടോട്ടെ. അതിനെന്താ, കണ്ടോ, അവൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മറ്റേ സെൻട്രൽ ജയിലിൽ കൊണ്ടാക്കിയാലേ എനിക്ക് സമാധാനമാവുള്ളൂ. അല്ലെങ്കിൽ ആ സ്റ്റെഫി ഇടിച്ചു കയറി ഇവിടെ വന്ന് അവനെ ഉപദ്രവിച്ച പിന്നെ അത് മതിയല്ലോ. പറയാൻ പറ്റില്ല, അവളെ പോലത്തെ പെണ്ണാണെങ്കിൽ ചിലപ്പോ ഇവിടെ വന്ന് അവനെ ഉപദ്രവിക്കാനും മതി. അവളുടെ പ്രിയപ്പെട്ട ഗംഗനെ കൊന്നത് എന്തൊക്കെ പറഞ്ഞാലും മനോഹറാണല്ലോ. അത് സാറ് പറഞ്ഞ ശരിയാ സാർ, പക്ഷെ മനോഹറിന് അവൾ അവസാന വിധി വെക്കുള്ളൂ. ആദ്യത്തെ അവളുടെ ഇരാന്ന് പറഞ്ഞത് ലക്ഷ്മിയമ്മയും കാർത്തികയും തന്നെയാണ്. അതിനുശേഷം ഞാനും കല്യാണി, പിന്നെ ആയിരിക്കും മനോഹർ. ഞാൻ എന്തായാലും മനോഹറിനെ ആയിട്ട് വരട്ടെ സർ എന്ന് പറഞ്ഞിട്ട് കിരൺ മനോഹറിന്റെ അടുത്തേക്ക് പോവാണ്. മനോഹരോട് ചോദിക്കണ്ടേ, എടാ നീ വിവരക്കാരനോ, സ്റ്റെഫി ജയിലിൽ ചാടി എന്ന് പറയാണ്. അത് കേൾക്കുന്ന മനോഹർ പണ്ട്, അറിഞ്ഞു സാറേ, CS സാർ എന്നോട് വന്ന് പറഞ്ഞിരുന്നു സാറേ, അവള് സൂക്ഷിക്കണോട്ടോ, ഗംഗേനേക്കാളും അപകടകാരിയാണ് അവൾക്ക് കുറച്ച് ബുദ്ധി കൂടിയ ടൈപ്പാണ്. പിന്നെ മരണത്തെ പേടിയില്ല, ഗംഗക്ക് കുറച്ചെങ്കിലും മരണത്തെ ഒരു പേടിയുണ്ടായിരുന്നു, പക്ഷെ ഇവൾക്ക് ഒരു പേടിയില്ല. കത്തിയായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ പോലും അവള് കണ്ണും മിഴിച്ച് ഇങ്ങനെ നിൽക്കും. അങ്ങനത്തെ ഒരു പെണ്ണാണ്. എനിക്കറിയാടാ, ഞാൻ നോക്കിക്കോളാം, നീ ടെൻഷനൊന്നും ആവണ്ട. പിന്നെ നിന്റെ കാര്യം നവീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടുന്ന് പോകുക കേട്ടോ.
ഈ കിരണാണെങ്കിൽ ലക്ഷ്മി അമ്മടുത്തും കാർത്തികത്തും പറയുന്നുണ്ട് ഇങ്ങനെ സ്റ്റെഫി ജയിൽ ചാടിയ കാര്യം. ലക്ഷ്മി അമ്മ കാർത്തികത്ത് പറയാണ്, ഹോ ഒരു സമാധാനവും തരില്ലല്ലോ മോളെ, ഈ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ ആള് അവൻ മരിച്ചു, പക്ഷെ അവന്റെ കൂട്ടാളികൾ എപ്പോഴും പുറത്തുണ്ട്, അത് സൂക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഇനിയിപ്പോ സ്റ്റെഫി ജയിൽ ചാടിയ സ്ഥിതിക്ക് അവൾ നേരെ പോയിട്ടുണ്ടാവുക ഗംഗയുടെ കൂട്ടുകാരത്തായിരിക്കും. അത് പിന്നെ ഉറപ്പല്ലേ അമ്മേ, അവരായിട്ട് ഒന്നിച്ചിട്ടായിരിക്കും അവള് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. എന്തായാലും അവള് നമ്മളെ കൊല്ലാൻ വേണ്ടി ഇവിടെ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിരാവിലെയാണ് അവള് ജയിലിൽ ചാടിയെന്നാണ് പറഞ്ഞത്. ഇപ്പൊ സമയം 11:30. അവള് കാണേണ്ടവരെയൊക്കെ കണ്ടു കാണും. അവള് ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ വരാൻ മോളെ എന്ന് ലക്ഷ്മിയമ്മ പറയാണ്. കാർത്തിക പറയണ്ട്, വരണമെങ്കിൽ വരട്ടെ അമ്മേ, എന്തായാലും ഗംഗയുടെ അത്രയും വരില്ലല്ലോ അവള് വന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടി അവളെ നേരിടാമേ, നമുക്ക് രണ്ടുപേർക്കും അവളെ ഇല്ലാതാക്കാം. നമ്മളെ ഉപദ്രവിച്ച ഗംഗപ്രസാദിനെ ഇല്ലാതാക്കിയത് നമ്മൾ സ്നേഹിക്കുന്നവര് തന്നെയാണ് അല്ലെ. നമ്മൾ അതിലൊന്നും തന്നെ ചെയ്തിട്ടില്ല. കിരണിന്റെ അച്ഛനും അതുപോലെ തന്നെ മനോഹർ, നമുക്ക് ഒരു ബന്ധവുമില്ലാത്ത, നമ്മൾ ശരിക്കും നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത മനോഹറാണ് നമുക്ക് വേണ്ടി ആ ഒരു കൃത്യം ചെയ്തത്. അപ്പോ ഇനി വരുന്ന സ്റ്റെഫീന്റെ കാര്യത്തിൽ ഇനി മറ്റുള്ളവരെ നമുക്ക് ഉപദ്രവിക്കേണ്ട, മറ്റുള്ളവരെ ശല്യം ചെയ്യേണ്ട, മറ്റുള്ളവർക്ക് ഒരു ഭാരമാക്കണ്ട, അവളെ നമുക്ക് തന്നെ തീർത്ത് കളയാം. അത് നീ പറഞ്ഞ ശരിയാ മോളെ, അവളെ തീർത്തിട്ട് ജയിലിൽ പോകാനും എനിക്കൊരു മടിയില്ല. നമ്മുടെ കൂടെ നവീൻ വക്കീലുണ്ടല്ലോ. അതേമേ, അതാ ഞാൻ പറഞ്ഞത്, എനിക്കും ഒരു മടിയില്ല. സ്റ്റെഫിയും കൂടെ വരട്ടെ, അവളെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ കാർത്തികേയൻ പറയാണ്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് മുൻപിൽ ഒരു കാഴ്ച കാണാണ്. രണ്ടുപേരും ഞെട്ടിങ്ങനെ നോക്കുമ്പോഴേക്കും അത് വേറെ ആരുമല്ല, സ്റ്റെഫി ആട്ടോ. അതെ, സ്റ്റെഫി കാർത്തികേയനെ ലക്ഷ്മി അമ്മേനെ ഇല്ലാതാക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് തീർക്കാനായിട്ട്. കിരണും കല്യാണിനെയും പറ്റുമെങ്കിൽ മാത്രം തീർക്കണം. ഇവരെ തീർത്ത സമയം ഉണ്ടെങ്കിൽ, പോലീസ് പിടിച്ചില്ലെങ്കിൽ കിരണിനെയും കല്യാണിനെയും തീർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ അങ്ങോട്ട് കൊന്നുവിടാം. എങ്കിൽ മാത്രമല്ല ഗംഗയുടെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന സ്റ്റെഫി ആദ്യം കൊല്ലാൻ വരുന്നത് ലക്ഷ്മി അമ്മേനെ കാർത്തികനെ തന്നെയാട്ടോ. പക്ഷെ അവരുടെ കൈകൊണ്ട് തന്നെയായിരിക്കും ഈ സ്റ്റെഫിയുടെ മരണം. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്റ്റെഫി മരിച്ചാലും നമ്മുടെ CA കേസ് എടുക്കത്തില്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കാർത്തിക് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ കേസ് എഴുതി തള്ളേ ഉള്ളൂ. കാരണം CAക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാം കിരൺ എന്താണെന്നും കല്യാണി, കാർത്തിക, ലക്ഷ്മിമ്മ ഇവരൊക്കെ എത്രത്തോളം നല്ലവരാണെന്ന് CAക്ക് നന്നായിട്ട് അറിയാം. പിന്നെ സ്റ്റെഫി മരിച്ചു കഴിഞ്ഞാൽ ഒരാള് പോലും കംപ്ലൈന്റ് ആയിട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ ആ കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ സ്റ്റെഫിയുടെ മരണമാണ് നമ്മൾ ഇനി തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് കാണാൻ പോണത്. സ്റ്റെഫിയും കൂടി തീർന്നു കഴിഞ്ഞാൽ പിന്നെയുള്ളത് സരയും വിക്രവും മാത്രമാണ്. സരുവിന്റെ കാര്യം എന്താവോന്ന് അറിയില്ല. മിക്കവാറും മെന്റലായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും വിക്രം. അവനടുത്തത് പരോളിന് ഇറങ്ങുന്നുണ്ടെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച നമ്മൾ വിക്രവും പരോളിൽ ഇറങ്ങുന്നുണ്ട്. വിക്രത്തിന്റെ മരണം പിന്നെ ആരുടെ കൈ കൊണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അതെ, നമ്മുടെ പ്രകാശിന്റെ കൈ കൊണ്ട്. വിക്രം വരുമ്പോ തന്നെ പെങ്ങന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കും. പ്രകാശൻ അതിലിടപെടും. പ്രകാശൻ വിക്രത്തെ തട്ടിക്കളഞ്ഞിട്ട് ജയിലിലേക്ക് പോകും. ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ക്ലൈമാക്സിൽ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.